ഇതൊരു സ്പെഷ്യൽ കുക്കിംഗ് ആണ് കേട്ടോ. കാരണം ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എൻ്റെ കെട്ടിയോനാണ്. കുറച്ച് പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോർക്ക് വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പം അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയേക്കുക, ഞാൻ തന്നെ കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവസാനം ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തു. അപ്പം പോർക്ക് മസാലയൊക്കെ പുരട്ടി കുക്കറിൽ വേവിക്കാൻ വെച്ചു. എന്നിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടു. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ച്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്നിച്ചിട്ട് ഇളക്കി. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവോള അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള പിന്നെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണമല്ലോ. അതിനിടയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നോട് ഒന്നും ചെയ്യേണ്ട, വെറുതെ നോക്കിക്കൊണ്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ കയ്യിലൊരു ഡയറി മിൽക്ക് ബബ്ലി ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് കഴിച്ച് വെറുതെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴേക്കും പോർക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയും എല്ലാം ചേർത്ത് അതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഗ്രേവിക്കുള്ളത് നല്ല കുറുകിയ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് അതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ മാത്രം, ഓപ്ഷണലാണേ, അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ പോർക്ക് കറിയുടെ റെസിപ്പി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.